ഹായ് വിഷു സ്പെഷ്യൽ ഓൺ ദി സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ സുരാജ്. അപ്പോൾ ഇന്ന് വിഷു സ്പെഷ്യൽ ഓൺ ദി സ്പോട്ടിൽ നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ലാസ്റ്റ് സപ്പർ എന്ന റിലീസാവാൻ പോകുന്ന ചിത്രത്തിലെ രണ്ട് നായകന്മാരിൽ ഒരാളായ അനു മോഹനും നായികയായ പേളിയുമാണ്. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു ഓൺ ദി സ്പോട്ടിലേക്ക്. ഹായ്. അപ്പോൾ ഹാപ്പി വിഷു ആദ്യമേ തന്നെ. ഹാപ്പി വിഷു. ഓക്കെ, റിലീസാവാൻ പോകുന്ന ചിത്രമാണ് ലാസ്റ്റ് സപ്പർ. ഈ ചിത്രത്തെ കുറിച്ച് എങ്ങനെയാണ് അനുവിന്റെ? ലാസ്റ്റ് സപ്പർ ഞങ്ങൾ 3 ക്യാരക്ടേഴ്സാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളത്. 3 ഫ്രണ്ട്സാണ്. പേർലി, ഞാൻ ചെയ്യുന്ന ഇമ്രാൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ഉണ്ണി ചെയ്യുന്ന ആൽബി. അപ്പോൾ ഇവർ നടത്തുന്ന ഒരു യാത്രയാണ്, ഒരു ജംഗിളിലേക്ക് നടത്തുന്ന ഒരു യാത്രയാണ്. ഫുൾ അഡ്വഞ്ചറസ് മൂവിയാണ്. അതിനകത്ത് കുറേ സാഹസികപരമായ കുറേ യാത്രയാണ് ഈ കാട്ടിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ സംഭവങ്ങൾ, ഇൻസിഡൻസ് ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനകത്ത് ഉണ്ടാകുന്ന കുറച്ച് എന്താ പറയാ, അതിനകത്ത് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ് സംഭവമാണ് ഇതിന്റെ ഒരു മെയിൻ തീം. വിഷ്വലി ഇത് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരിക്കും. ഈ അഡ്വഞ്ചറസ് ഒരു സാഹസികത ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും, കുട്ടികൾ മുതൽ വയസ്സായവർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും ലാസ്റ്റ്. തീർച്ചയായിട്ടും. ഓക്കെ, പേളി, എന്താണ് ഈ സിനിമയെ കുറിച്ചിട്ട്? ഈ സിനിമ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇത് കുറെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് കഥ വ്യത്യസ്തമായ 3 ക്യാരക്ടേഴ്സാണ് ഇതിലുള്ളത്, ഞങ്ങൾ പ്ലേ ചെയ്തിരിക്കുന്നതും. ആക്ച്വലി റിയൽ ലൈഫിൽ ഇങ്ങനത്തെ 3 പേര് ഫ്രണ്ട്സ് ആവുന്നത് ചിലപ്പം പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സിനിമയിലുള്ള ഈ ഗ്യാങ് എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ഉണ്ണിയുടെ ക്യാരക്ടർ ആവട്ടെ, അനുവിടെ ആവട്ടെ, എൻ്റെ ആവട്ടെ. ആൻഡ് ഈ സിനിമയിൽ ആ ഫ്രണ്ട്ഷിപ്പിനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയാണ്. ഇതിലോട്ട് പ്രണയം കടന്നു വരുന്നില്ലേ? കാരണം 2 നായകന്മാരുണ്ട്, ഒരു നായികയുണ്ട്. അങ്ങനെ ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാ ഇമോഷൻസും ഉണ്ട് അതിനകത്ത്. ഈ 3 പേരുടെ ഇടയ്ക്ക് എല്ലാ ഇമോഷൻസും ഉണ്ട്. നമുക്ക് ഫണ്ണി ആയിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട്, ഇത്തിരി പേടിപ്പെടുത്തുന്ന ഫിയർ ഉണ്ട്, അതിനകത്ത് സങ്കടമുണ്ട്, പ്രണയമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇതിലെ ക്യാരക്ടറിലോട്ട് വരുമ്പോൾ ഈ ഒരു അപ്പിയറൻസ് തന്നെയായിരുന്നു പേളിക്ക്? ജംഗിളിലോട്ട് പോകുന്നോണ്ടാണോ ഈ ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എന്റെ മുടി നാച്ചുറലി ഇങ്ങനെയാണ്. സോ ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഫ്രീഡം കൊടുത്തത് ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോഴായിരുന്നു. അതുവരെ കേരളത്തിലാണ് പഠിച്ചത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ലൈക്ക് ഐ ഹാവ് ലോട്ട് ഓഫ്, അവിടെ ഞാൻ പഠിച്ച മീഡിയ ആണ്. അപ്പൊ ഭയങ്കര സാഹിത്യപരമായി ചിന്തിക്കുന്ന കുട്ടികളൊക്കെ ആയിരുന്നു എന്റെ ക്ലാസ്സിലുള്ളത്. അപ്പോ അങ്ങനെ ഒരു ക്ലാസ്മേറ്റ് എന്റെ അടുത്ത് പറഞ്ഞു, പേർലി സ്വന്തം മുടിക്ക് പോലും കുട്ടി ഫ്രീഡം കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ കെട്ടി പിന്നിയൊക്കെ വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ പേടിച്ചിരിക്കുകയാണല്ലോ, മുടിക്ക് ആദ്യം ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കേ, നാളെ പിറ്റേ ദിവസം അഴിച്ചിട്ടൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ തന്നെ എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. ഇത് ചെവിയൊന്നും കേൾക്കുന്നില്ല. അത് തന്നെയാണ് ഇവളുടെ ഇതിനകത്ത് ക്യാരക്ടറും. ഇത് തന്നെ സ്വന്തമായിട്ട് കുറെ കാഴ്ചപ്പാടും ആ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്യുന്ന. മലയാളത്തിൽ വേറെ ആരും ഈ ഒരു ക്യാരക്ടർ കറക്റ്റ് ആയിട്ടായിരുന്നു. എന്ത് പറയുന്നു, സത്യമാണോ? എല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കുന്ന, അങ്ങനെ അറിഞ്ഞു കിട്ടിയ ഒരു ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്പിയറൻസ് ഉള്ളത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വളരെ കുറച്ചൊന്നുമില്ല, റെയർലി കാണാൻ പറ്റുള്ളൂ മലയാള സിനിമയിൽ. അവളുടെ ക്യാരക്ടറിന്റെ പേരും പേളി തന്നെയാണ്, മാറ്റിയിട്ടില്ല. ആക്ച്വലി ആരാണ് ഈ പേരിട്ട പേളി? ഡയമണ്ട് പാട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, എന്റെ റിയൽ വീട്ടിലെ പേര് സേറ എന്നാണ്. പക്ഷെ എന്റെ ആന്റി, എന്റെ ഡാഡിയുടെ മൂത്ത സിസ്റ്റർ, വെൻ ഐ വാസ് 6 മാസം പ്രായമുള്ളപ്പം ഷീ പാസ്ഡ് അവേ ഡ്യൂ ടു ക്യാൻസർ. അപ്പം എന്റെ ആന്റി എനിക്ക് തന്ന പേരാണ് പേർലി. സോ ഹെർ സിസ്റ്റർ, ഹെർ ഡോട്ടർ ട്രിം ചേച്ചി, ലൈക്ക് ഷീ ഈസ് ലൈക്ക് മൈ ബിഗ് സിസ്റ്റർ. സോ ഞങ്ങളുടെ ഒരു വലിയ ഹ്യൂജ് ഫാമിലിയാണ് ആക്ച്വലി. ഐ കം ഫ്രം എ ജോയിന്റ് ഫാമിലി, വലിയ കൂട്ടുകുടുംബമാണ്. സോ ഈ പേരെന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് ഇട്ട പേരാണ്, ലൈക്ക് പേർലി ആന്റിയുടെ ഓർമ്മയ്ക്കായിട്ടും. ബിക്കോസ് ഷീ വാസ് എ ഹ്യൂജ്, ഭയങ്കര പോപ്പുലർ ഡാൻസർ ഒക്കെ ആയിരുന്നു. ഷീ വാസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ് ഡ്യൂറിങ് ഹെർ ഡേയ്സ്. അങ്ങനെ ഒരു ന്യൂ ജനറേഷൻ ഗൈയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷേധിക്കാൻ പറ്റുമോ പേളി? ഈ ഒരു അപ്പിയറൻസ് ഒക്കെ വെച്ചിട്ട് ക്യാരക്ടർ അങ്ങനെ തന്നെയാണോ? ആക്ച്വലി ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ എന്നൊക്കെ പറയുന്നതിനോട് ഓൾറെഡി ആവശ്യത്തിന് ഡിസ്ക്രിമിനേഷൻ, സെപ്പറേഷൻ നമ്മുടെ ലോകത്തുണ്ട്. അതായത് കൺട്രി ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഓൾറെഡി ഉണ്ട്. പിന്നെ റിലീജിയൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ജെൻഡർ, ആണും പെണ്ണെന്നുമായിട്ട് നമ്മൾ വേർതിരിക്കുന്നു. ഇനി ഇതിന്റെ മുകളിൽ വീട്ടിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ ആണ് ഓൾഡ് ജനറേഷൻ, ന്യൂ. അച്ഛനെയും മക്കളെയും അമ്മേനെയും തമ്മിൽ പിരിക്കുന്ന ഒരു സാധനമാണ് ഈ ന്യൂ ജനറേഷനും. ആ വേർഡിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ആരൊക്കെയാണ് മാറ്റം വരുന്നത്, യെസ് ഈ മാറ്റം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നത്, അവര് ന്യൂ ജനറേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അത് 60 വയസ്സുള്ള ഒരാളാണെങ്കിലും
15 വയസ്സുള്ള ഒരാളാണെങ്കിലും അവർ ജസ്റ്റ് ഫ്ലെക്സിബിൾ. ആക്ച്വലി ദർ ഇസ് നത്തിങ് കോൾ ന്യൂ ജനറേഷൻ. ഐ തിങ്ക് അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ആ വേർഡ് എന്ന് എനിക്ക് തോന്നുന്നു. മാറ്റേണ്ട സമയമല്ല, അത് ആൾക്കാർ റിയലൈസ് ചെയ്ത് തുടങ്ങുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ ഒരു ചോദ്യം കൂടി, വേറെ ഒന്നുമല്ല, അതായത് ഇത്രയും കഷ്ടപ്പെട്ട് ഹെയർ സ്റ്റൈലിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇനിയിപ്പോ നാളെ ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ റോള് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, ഞാൻ ഡെഫിനറ്റ്ലി എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ മുടി സ്ട്രെയിറ്റൻ ഒക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പൊ വിഗ് ഒക്കെ ഉള്ള കാലല്ലേ, ഗൾഗേജ് ഉള്ള ഇല്ല, അനുവിന് വേറെ ഹെയർ സ്റ്റൈലാണ് സിനിമയിൽ. ഇതില് ഞാൻ ഫുൾ സൈഡിലൊക്കെ ട്രിം ചെയ്ത ഒരു കൊച്ചി ഫ്രീക്ക് ആണ്. ഞാൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി അതേ ലുക്കിൽ വന്നത് കേട്ടോ. ഒരു മാറ്റമില്ലാതിരിക്കുന്ന കഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഒരു ഫ്രീ കൊച്ചിക്കാരന്റെ ഒരു സ്ലാങ് ഒക്കെ ഉണ്ടോ? അല്ലെങ്കിൽ സ്ലാങ്ങും എല്ലാം ഉണ്ട്, രൂപത്തിലും സ്ലാങ്ങും എല്ലാം ഉണ്ട്. ഒക്കെ ഒരു കൊച്ചിക്കാരൻ തന്നെ, കൊച്ചിക്കാരന്റെ എല്ലാ കുസൃതികളും എല്ലാം ഉണ്ടാവും. അതെ, ഉണ്ടാവും. ഓക്കെ, എനിക്ക് തോന്നുന്നു പറയത്തക്ക ഒരു സിനിമ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ചേട്ടന്റെ ഇപ്പൊ സിനിമയിലുണ്ട്, ദെൻ അമ്മയാണെങ്കിലും സിനിമയിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. പിന്നെ പുപ്പനാണെങ്കിലും പറയേണ്ട കാര്യമില്ല, അവാർഡ് കേരള സംസ്ഥാന അവാർഡ് വരെ നേടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുമ്പോൾ സാധാരണ ഫസ്റ്റ് ഷോട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും സിനിമ ഇൻഡസ്ട്രിയോട് കടന്നു വരുമ്പോഴാണെങ്കിലും നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് പ്രതീക്ഷിക്കും ഒരു ഫാമിലി എന്ന് വരുമ്പോൾ. ഇപ്പൊ മമ്മൂട്ടിയുടെ മകൻ അഭിനയിക്കും, നമ്മൾ പ്രതീക്ഷിക്കും മമ്മൂട്ടിയുടെ മകൻ. അങ്ങനെ ഒരു പേടിയോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ആ ഒരു ഒറ്റ റീസണാണ് എന്റെ ഏറ്റവും വലിയൊരു പേടി. കാരണം അപ്പൂപ്പൻ അങ്ങനെ ചെയ്തു, അല്ല അമ്മ അങ്ങനെ ചെയ്തു, അല്ലെ ചേട്ടൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യണം എന്നില്ല അല്ലെ. അപ്പം എനിക്ക് ആക്ച്വലി എനിക്ക് അഭിനയിക്കാൻ അത്ര ഇൻട്രസ്റ്റോ പാഷനോ ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ. അപ്പം എനിക്ക് ഒരു ക്യാമറ സൈഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത്യാവശ്യം വരയ്ക്കുമായിരുന്നു. അപ്പം അങ്ങനെ സ്കൂളിൽ പോലും ഞാനിങ്ങനെ സ്റ്റേജിലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒരു ഡ്രാമ പോലും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ ഒരു ടൂറിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ചട്ടമ്പിതാണ്ട് ലൊക്കേഷനിൽ വെറുതെ കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് മമ്മൂക്ക പറഞ്ഞത് ഈ ഒരു റോള്, അത് മമ്മൂക്കയുടെ ചെറുപ്പം, അത് ഇവൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത് ആ സംഭവം. അപ്പം ആദ്യത്തെ ഒരു ഫിയർ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാറി. പിന്നെ ഈ ലൊക്കേഷനിലുള്ള ക്രൂ മെമ്പേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റിലെ ചേട്ടന്മാരായാലും ഇപ്പം ഡയറക്ടേഴ്സ്, അസിസ്റ്റൻസ്, അവരെല്ലാം ഞാൻ കൊച്ചിലെ മുതൽ അമ്മയുടെ അച്ഛനോടൊക്കെ പോയിട്ട് പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പുതിയൊരു സ്ഥലത്ത് ചെന്ന ഒരു പ്രതീതി എനിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഇല്ല. അപ്പം അങ്ങനെ കുറേ പേടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഭയം കൂടെ മാറിയപ്പോൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് കോൺഫിഡന്റ് ആണ് എന്ത് റോൾ ചെയ്യാൻ പറ്റും. എന്ത് റോളൊന്നല്ല, എനിക്ക് പറ്റുന്ന റോൾ. എങ്ങനെയാണ് ചേട്ടൻ ഇതിനെ കുറിച്ചിട്ട് എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു നായക പ്രാധാന്യമുള്ള ഒരു റോള് ചെയ്യാൻ പോകുന്നു കേട്ടപ്പോ വിനു മോഹൻ എന്താണ് പറഞ്ഞത്? സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം എനിക്ക് കാട് കയറാനും മല കയറാനും ഒക്കെ പേഴ്സണലി കുറച്ച് ഇഷ്ടം കൂടുതലായതുകൊണ്ട് എനിക്ക് ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പോകല്ലേ, അങ്ങനെയൊക്കെ പോലെ ഞാൻ ആദ്യം വിചാരിച്ചത്. അപ്പോൾ വീട്ടിലെല്ലാവരും കൂടെ പോകുമ്പോൾ നമുക്ക് അത്രയും റിസ്ക് എടുത്ത് ഇത്രയും അഡ്വഞ്ചർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നീ അവിടെ പോകണ്ട അവിടെ പോകണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ സിനിമയിൽ അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ആദ്യം കമ്മിറ്റ് ചെയ്തത്. ഇത് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അമ്മയടുത്തും ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ ടീമും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അവർക്കും വളരെ ഇൻട്രസ്റ്റഡ് ആയി, ഹാപ്പി ആയി. അങ്ങനെയാണ് സിനിമ ചെയ്തത്. എന്താണ് ഈ ലാസ്റ്റ് സപ്പർ എന്നൊരു പേര് ഈ സിനിമക്ക് വന്നിരിക്കുന്നത്? ലാസ്റ്റ് സപ്പർ എന്ന് പറയുമ്പോൾ ശരിക്കും ബൈബിളായിട്ട് ഒരു ബന്ധമില്ല ഈ കഥയും. അത് ഈ പേര് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ലാസ്റ്റ് സപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോറി റിലേറ്റഡ് ആണ്, അത് നിങ്ങൾ കണ്ടറിയുക. സസ്പെൻസ് കൂടുതലൊന്നും പറയരുതെന്ന് പറഞ്ഞു അനങ്ങി നമ്മുടെ കഞ്ഞിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു എടുത്തു പറയത്തക്ക ഒരു കാര്യം ഇതിന്റെ മ്യൂസിക് ആണെന്ന് തോന്നുന്നു. സോങ്സ് ഗോപി സുന്ദരല്ല ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനെ കുറിച്ചിട്ട് എങ്ങനെയുണ്ട് അതിന്റെ സോങ്സ്? എത്ര സോങ്സ് ഉണ്ട് ടോട്ടൽ? 3. ഇതിൽ നമുക്ക് 3 സോങ്സ് ഉള്ളത്. നമ്മളൊരു എങ്ങനെയാണ്, ഫാസ്റ്റ് ആണോ റൊമാൻറ്റിക് ആണോ? അത് ഈ നമ്മുടെ സിറ്റുവേഷണൽ സോങ്സ് ആണ് 3. കാരണം നമ്മൾ ആദ്യം ഒരു ടൗൺഷിപ്പിലാണ്, പിന്നെയാണ് ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്ത് കാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ട്രാവൽ സോങ് ഉണ്ട്. പിന്നെ ഞങ്ങളൊരു വലിയൊരു കോട്ട, അവിടെ ഞങ്ങളൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു സ്ഥലത്തെത്തുമ്പോഴുള്ള അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു മ്യൂസിക് ചെയ്യാന്നുള്ളത് ശരിക്കും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. ബിക്കോസ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള വർക്ക് എന്ന് പറയുമ്പോൾ ഇതില് സാധാരണ വരാത്തത് കാട്ടിലത്തെ തീമാണ് ഇതിൽ ത്രൂ ഔട്ട് ദ മൂവി. സോ ആ സൗണ്ട്സും എല്ലാം യൂസ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ സൗണ്ട് ചെയ്യുന്നത് ഒരു പുതിയ ആളാണ്, വിനീത് കുമാറിനായിട്ട്. സോ ഹീ ഈസ് ഡൂയിങ് ദ സൗണ്ട് ഡിസൈൻ ആൻഡ് യുനോ മൊത്തത്തിൽ എല്ലാ ക്രൂവിലുള്ള എല്ലാ ആൾക്കാർക്കും, DOP അജയൻ മെൻസൺ സർ, ഹീ ഈസ് ഡൺ എ ബ്രില്യൻറ്റ് ജോബ്.
നല്ലപോലെ അദ്ദേഹം കാരണം ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൊക്കേഷൻ പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ യാത്ര തുടങ്ങുകയുണ്ട്. ഓരോ സീനിലും മുന്നോട്ട് പോയി സിനിമ തീരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് തീരുന്നു പറയണം. അപ്പോൾ ഒരു എത്ര സീനുണ്ടോ അത്രയും ലൊക്കേഷൻസിൽ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു അല്ലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ. ഒരുപാട് കോമഡീസ് ഒക്കെ ഉണ്ടാവും കാരണം ഫോറസ്റ്റിലേക്കാണ്. എനിക്ക് തോന്നുന്നു പേളിയായിട്ട് നന്നായിട്ട് വട്ടാക്കിയിട്ടുണ്ടാവും ഇവർ രണ്ടുപേരും കൂടി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇവരെയാണ് വട്ടാക്കിയത്. എല്ലാം തിരിച്ചാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങൾ ചെന്നപ്പോ മൊത്തം ഇവളുടെ ഫ്രണ്ട്സ് മനസ്സിലായി. കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ മൊത്തം താങ്കളുടെ ഫ്രണ്ട്സ് എന്നാ പറയുന്നത്. എനിക്ക് മേക്കപ്പ് പോലും വേണ്ടി വന്നില്ല. ആക്ച്വലി നല്ലൊരു രസമുള്ള ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നില്ല ഇനി ഇങ്ങനൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇനിയിപ്പോ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് പ്ലാൻഡ്. ബട്ട് ചെയ്ത ഈ ക്രൂ ആവട്ടെ ആക്ടേഴ്സ് ആവട്ടെ ദേ ഓൾ ഹാവ് സീൻ ഇതുപോലത്തെ ഒരു സിനിമ ഇനി വന്നാൽ ഡെഫിനറ്റ്ലി ദേ വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ബിക്കോസ് അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പക്ഷെ വരുന്ന റെയർ ആയിരിക്കും ഒരു കാട്ടില്. അപ്പൊ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെ ലാസ്റ്റ് സപ്പർ 2 ഇറങ്ങണം എന്നാണ് പ്രതീക്ഷ. ചാൻസ് ഉണ്ടാവും. ഇതില് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് ഈ മുടി ഒരു ഫാക്ടർ തന്നെ ആയിട്ടാണോ? അതായത് ഇങ്ങനെ കണ്ടിട്ടാണോ, ഈ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടാണോ? ആക്ച്വലി വിൽ സർ, ഐ മീൻ ദ ഡയറക്ടർ, ഹി കോൾസ് മീ. ഞാൻ ഒരു ഷോ ചെയ്തിരുന്നു, ഒരു മ്യൂസിക് ഷോ. സോ അതിൽ ഞാൻ ഫുൾ കോമാളിത്തരം കാണിച്ചൊക്കെ ഫുൾ ഷോ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം എന്നെ വിളിക്കുകയും ആക്ച്വലി അന്ന് എൻ്റെ മുടിയെ കുറിച്ചൊന്നും അല്ല സംസാരിച്ചത്, എൻ്റെ സംസാര രീതിയെ കുറിച്ചാണ് അദ്ദേഹം അന്ന് സംസാരിച്ചത്. പിന്നെ അഡ്വെഞ്ചർ ആണെന്ന് പറഞ്ഞു, കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുറെ ഉണ്ടെന്ന് പറഞ്ഞു. പാടുപെടാൻ ഞാൻ റെഡിയാണ് സർ എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു മമ്മീൻ്റെ ഡാഡിയും സമ്മതിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് അറിയേണ്ടത് പിന്നെ ക്രൂവിനെ കുറിച്ചും ആക്ച്വലി അതൊക്കെ നമ്മൾ അറിയണമല്ലോ. സോ ഇറ്റ് ടുക്ക് മീ സം ടൈം. പക്ഷേ സ്റ്റോറി എല്ലാം കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ത്രില്ലായി ചെയ്യണം എന്നുണ്ടായിരുന്നു. ബിക്കോസ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു കാട് കയറി, അതാണ് സിനിമ. അതെ അതെ. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് ഈ സിനിമയിലെ മറ്റ് എന്തൊക്കെയാണ്, സ്റ്റാറിങ് ആരൊക്കെയാണ്, ബാക്കിയുള്ള ചെറിയ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നല്ല കോമഡി ആയിട്ട് ചെയ്യുന്നുണ്ടാവും ഈ സിനിമയിൽ? ആ കൂടെ ഞങ്ങൾ 3 ക്യാരക്ടേഴ്സ് അത്രേ ഉള്ളൂ ഇതിൽ. ഞാന്, പേർലി, ഉണ്ണി, പിന്നെ അരുൺ നാരായണൻ, പുള്ളി ഒരു കാർത്തിക് എന്ന് പറയുന്ന റോൾ ചെയ്യുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് തോന്നുന്നു. കാരണം അത്രയും അല്ലെ വളരെ ചുരുക്കം ആൾക്കാർ അഭിനയിക്കുന്ന സിനിമ. കാരണം ബാക്കിയെല്ലാം ഈ നേച്ചറും ആനിമൽസ് ബിക്കോസ് കഥ എങ്ങനെയാണല്ലോ, 3 ഫ്രണ്ട്സ് മാത്രമായിട്ടാണ് കാട്ടിൽ പോകുന്നത്. കാട്ടിൽ പോയിട്ട് ഇതിന്റെ അടിസ്ഥാനം, അതായത് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന സിനിമയുടെ ഒരു തീം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ, അല്ലെങ്കിൽ ഇപ്പൊ 3 പേര് യാത്രയാവുന്നു, ഒരു ത്രെഡ് ഇതുവരെയായിട്ട് എനിക്ക് കിട്ടിയില്ല എന്താണെന്നുള്ളത്? ആൽബി, പേർലി, ഇമ്രാൻ, ഇവര് 3 ഫ്രണ്ട്സ് ആണ്. അപ്പോ ഞങ്ങൾ ഡിസൈഡ് ചെയ്യാണ് ഇന്നൊരു സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് പോവാം. സസ്പെൻസ് പറയണ്ട, ബാക്കി പറയാം. അതെ, അപ്പൊ ഈ ട്രിപ്പ് പോവാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കുന്ന യാത്രയാണ് ഈ സിനിമയുടെ ഒരു ബേസിക് ത്രെഡ്, ഒരു റൂട്ട് എന്ന് പറയും. പിന്നെ ഈ യാത്രയിൽ ഉണ്ടാകുന്ന ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എന്ത് സംഭവിക്കുന്നു, ആ യാത്രയിൽ എന്ത് സംഭവിക്കുന്നു, എന്തൊക്കെ ഞങ്ങൾ കാണുന്നു, അതെങ്ങനെ എവിടെ എത്തിച്ചേരുന്നു, അതൊക്കെ സിനിമയുടെ. നിങ്ങളെ അവസാനം പേളി എന്ത് ചെയ്തു? ഏറ്റവും വലിയ ക്യാച്ച് എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത്, നമ്മുടെ ലൈഫിൽ ഇപ്പൊ പലരുടെയും പബ്ലിക് ലൈഫിൽ നോക്കുകയാണെങ്കിൽ പലരും കാട്ടിൽ അങ്ങനെ പോയിട്ടില്ല. കാട്ടിൽ പോയിട്ടില്ലെന്ന് മാത്രമല്ല, അവിടെ ഇങ്ങനെ ഒരു അഡ്വെഞ്ചറസ് ജേർണി ഫ്രണ്ട്സിൻ്റെ കൂടെ പോവാന്നുള്ളത് ഇറ്റ്സ് വെരി ത്രില്ലിങ്. ഒന്ന് ആലോചിച്ച് നോക്കും, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഒരു എടാ ചെയ്യാടാ പോവാം എന്നൊക്കെ അങ്ങനത്തെ ഒരു ഫീൽ. പക്ഷെ പലർക്കും ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. മിക്കവരും പോകുന്നത് അതിന്റെ ഒരു എഡ്ജിൽ അതാണ്, അത് കണ്ടോ, ഇത് കണ്ടോ, കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മൾ അതിന്റെ അകത്തേക്ക് ഇറങ്ങാം, ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട്, ഫുൾ പ്ലാൻഡ് ആയിട്ട്, പ്രിപ്പയർഡ് ആയിട്ട് പോകുമ്പോഴും ആ സമയത്ത് നമുക്ക് പറ്റുന്ന ഫസ്റ്റ് സൈൻ എന്ന് വെച്ചാൽ ഫുള്ളി നമ്മൾ ഡിസ്കണക്ട് ആവണം. ഫോണില്ല, ടി വി ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്വസിക്കുന്ന പോലെയാണ് ടിവിയും ഫോണും ഒക്കെ. അതില്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ ഇല്ലാണ്ട് മറികടന്ന് ഞങ്ങൾ ആ കാട്ടിൽ പോയി ജീവിക്കുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതാണ് ആക്ച്വലി കഥ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് കഥ പറയുന്നത്. ഇപ്പോ ഇത്തരത്തിലൊരു ജേർണി നടത്തുമ്പോൾ എന്തായാലും ചെറിയ ചെറിയ അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ പറ്റാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നു? കാലം മുഴുവൻ പാടാണ്. ഈ പാന്റ് അങ്ങനെ ഇരിക്കണം പറഞ്ഞു സീരിയസ്ലി. അതാണ് ഏറ്റവും വലിയ സസ്പെൻസ് എനിക്കതായിരുന്നു. ബിക്കോസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ. ലൈക്ക് ഇത്രയും ഫുൾ മറ്റേ അട്ടയും അത്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന്റെ? നമ്മള് കാട്ടിലൊരു 25 ദിവസത്തോളം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഈ വൈകുന്നേരങ്ങളിൽ ഒരു സന്ധ്യാസമയം വരെ ഷൂട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്ത മൃഗങ്ങളും പാമ്പുകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ പതുക്കെ ഒരു 4:30 ആയപ്പോൾ പാക്കപ്പ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് റിസ്കി ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കവറപ്പ് ചെയ്ത് ഷൂട്ട് ചെയ്തു. എല്ലാവരും ഒരു ടീമായിട്ട് നിന്നതുകൊണ്ടാണ് അത്രയും സാധിച്ചത്.
എന്തായാലും ഭംഗിയായിട്ട് അവസാനിച്ചു. ഇനിയിപ്പോ ബാക്കി നമ്മുടെ പ്രേക്ഷകരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. മെയ് 2-ന് മെയ്ഡ് ഓക്കെ, മെയ് 2-ന് അവർ തീരുമാനിക്കട്ടെ എങ്ങനെയാണ് ഉള്ളത്.